എടാ ഇത് നമ്മുടെ തെങ്ങ് കയറുന്ന വേലായുടെ കാര്യ പറയണേ. കറക്റ്റ് അല്ല എന്നാ കറക്റ്റുമാണ്. വേലായുധന് പരമൂന്നൊരു മോനുണ്ട്. അവൻ നാടോട്ട് ദുബായിലല്ലേ, അവനെന്നാ മുതലാളിയായത്? നോ 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 നോ, ദുബായിലും അബുദാബിയിലും ഷാർജയിലും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ എല്ലാരും അദ്ദേഹത്തെ പരമ മുതലാളി എന്നല്ല വിളിക്കുന്നേ. ആഹാ, അങ്ങനെയാണോ? പിന്നെ മുതലാളി എന്നല്ലാതെ എന്നെ അവിടെ ആരും വേറെ ഒന്നും വിളിക്കാറില്ല. മുതലാളി എന്നെ കണ്ടാ തോന്നത്തില്ലായിരിക്കും, ബട്ട് ഐ ആം മിസ്റ്റർ പരമ മുതലാളി. ആട്ടെ, അങ്ങനെയെങ്കി അങ്ങനെ. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നാളെ മുതൽ നിങ്ങൾ എന്നെ പരമ മുതലാളി എന്ന് വിളിക്കണം. ചോദിക്കുന്ന പൈസ തരാം. അണ്ടർസ്റ്റാൻഡ്? പരമം മുതലാളിയേ, നിർത്തണ നിർത്താൻ. നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം. ടീച്ചറെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ചെയ്തോളൂ. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്ത് സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ. പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല, ടീച്ചർ എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയാടുക. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് മുടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞ് വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിനാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതൽ. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാബറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചൊരു കുട്ടിയുടെ ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ. മോളയുടെ ഡിവാഡി. ദിവാഡിയോ? ഏർവാടിയുടെ മോളാ. ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബ്രേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു, തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞാടത്തുമില്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം. വെക്കണ വിചാരിയുള്ളൂ. സമ്മാനം. നീ ഒന്നും പറയണ്ട, നീ അങ്ങോട്ട് അഴിഞ്ഞാട്. എടാ മഹാബാബി, നിനക്ക് ഇങ്ങനെ ദുർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചാനല്ലോ ക്യാബറേ. സർക്കസുകാരുടെ കൂട്ടത്തിൽ കാണാൻ കൊള്ളുന്നൊരു പെണ്ണുണ്ടെന്ന് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടുകളയാൻ തോന്നി. കണ്ടപ്പോ ഒന്ന് തൊട്ട് കളയാൻ തോന്നി. സത്യം.
അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ധിക്കാരം കാണിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ വെറുതെ ഇരുന്ന കൊള്ളോടാ. ശരിയാ, അത്രയും പേരുടെ മുമ്പിൽ വെച്ചായത് സുരേഷിന്റെ ഇമേജിന് ക്ഷീണമാ. ഒരു പണി കൊടുത്തേ പറ്റൂ. എടുത്തു ചാടണമെന്ന എന്റെ അഭിപ്രായം. അവൾ അത്യാവശ്യം തന്റേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരിക്കൽ കൂടി ചമ്മിയാ പിന്നെ കത്തി സുരേഷിന് ഈ പേര് മാനത്തൊന്ന് പൊട്ടിയുണ്ടായതല്ല. ഒരു പെണ്ണല്ലേ എന്ന് കരുതി തത്സമയം ഞാൻ വിട്ടുകളഞ്ഞു, അത്രമാത്രം. പക്ഷേ ഇനി ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ആന മുതൽ സിംഹങ്ങൾ വരെയുള്ള മൃഗങ്ങളുമായിട്ട് ലോക സർക്കസുകാർ പട്ടണം മുഴുവൻ കറങ്ങുന്ന നേരത്താ 4 മോളെയും ചാരി വെച്ച് നാട് ചുറ്റി നാടഭ്യാസം കാണിക്കുന്നേ. കഷ്ടം. നല്ല ഒന്നാന്തരം പീസുകളാ കൂടുള്ളത് അല്ലേട്ടാ. പക്ഷേ അവൾ ഒരു വിത്താ, ആ മുല്ലപ്പെണ്ണ്. ഓ, താമര പൂത്തൊരു ആനനം, ആലില വയറൊന്ന് കാണണം, കേറണം വിരാജിത കൊള്ളണം. പക്ഷേ പക്ഷേ അണ്ണാ, ഒരു സർബത്ത്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ? പിന്നല്ലേ, ഇവിടെ കിടന്നാലും അവിടെ കിടന്നാലും അവർക്ക് ഒരേ മാതിരി. ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥിരായിട്ട് നിന്നാ മടുക്കില്ലേ? പിന്നെന്താ പ്രശ്നമെന്ന് വെച്ചാ സഹോദരന്മാരെ, ഉറച്ച മേൽക്കൂരയ്ക്ക് കീഴിൽ നിറയെ അറിവും സൗകര്യങ്ങളുമായി ജീവിക്കുന്നവരാ നിങ്ങൾ. വെറും കാറ്റടിച്ചാൽ പോലും പറക്കുന്ന ഷീറ്റുകൾക്കുള്ളിൽ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ ഞങ്ങൾ. രണ്ട്, ആ അറിവുകൾ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. വെറും 4 പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് കളങ്കമില്ലാത്ത സ്നേഹവും ബന്ധങ്ങളും മാത്രമാണ്. പിന്നെ ആ ടെന്റുകൾക്കുള്ളിൽ നിന്ന് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ മനുഷ്യനെ അറിഞ്ഞു തുടങ്ങും. പക്ഷേ 10 ജന്മം കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് അതിനാവില്ല. തെമ്മാടി പറഞ്ഞു കേട്ടില്ലേ? മാഷെന്താ പരിഹസിക്കുകയാണോ? അതെ, തെമ്മാടിത്തരം പറഞ്ഞിട്ട് എന്തേ ആരും പ്രതികരിച്ചില്ല? അത് പെട്ടെന്നായപ്പോ അതാ കുഴപ്പം. നമ്മൾ ഈ വലിയ മനുഷ്യന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, സത്യത്തിന് മുമ്പിൽ പകച്ചു പോവും. പപ്പ, ഒരു സർബത്ത്. ശരി പക്ഷേ എത്ര നേരം ഇവിടെ ഇരിക്കണോ? ആ, ഇതാ അവര് വരുന്നുണ്ട്. ഒന്ന് നിന്ന്. ചേച്ചിയെ, ഞങ്ങളൊരു 500 രൂപയും പിടിച്ചോണ്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയേ. ചേച്ചിമാർക്ക് ഞങ്ങളെ കണ്ണുപിടിക്കുന്നില്ലായിരിക്കും. ഞങ്ങൾ കുട്ടികളൊന്നും അല്ല കേട്ടോ. കണ്ണിലെ പിടിക്കോ പിടിക്കാതിരിക്കോ ചെയ്യേണ്ട ആവശ്യം ഇങ്ങ എന്താ മക്കളെ? ഈ മക്കളെ വിളി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി. സാരമില്ല. എന്തായാലും നിങ്ങളുടെ വായിന്ന് വന്ന വിളി ചേച്ചിന്നല്ലേ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ടെന്നല്ലേ? അനിയന്മാരെ, എന്റെ അപ്പൂന് 5-6 വർഷം കഴിഞ്ഞാ നിങ്ങളുടെ പ്രായമാവും. അത്രയല്ലേ നിങ്ങളായിട്ടുള്ളൂ. ആ നിങ്ങള് അമ്മയുടെയും ചേച്ചിയുടെയും പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയ പിന്നെ എന്തിനാ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പോണത്? സങ്കടമുണ്ട്. സഹോദരിയോ? എല്ലാരെയും സഹോദരിമാരായി കണക്കാക്കിയ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കണേ? ചേച്ചി ഉമ്മ വാചകം അടിച്ച് നേരം കളയാതെ. നിങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങളും. ഓ, ഊരിയൂറ്റലൊക്കെ കഴിഞ്ഞ് വന്നോ? ദേ, ഈ ഇടയായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം? എന്ത് മാറ്റം? അല്ല, എന്നെ യാതൊരു വിലയില്ലാത്ത മാതിരി. കണ്ടോ കണ്ടോ,
കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി എന്നെ ഇങ്ങനെ നോക്കാനേ നിങ്ങൾ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പോ യഥാകാലേ യഥാർത്ഥ ബുദ്ധി. ഹ്. എന്ന് വെച്ചാ ഓഹോ, നിനക്ക് ഇംഗ്ലീഷ് അല്ലേ മനസ്സിലാവൂ? അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. കഴിഞ്ഞ മീറ്റിങ്ങിനെ എന്റെ ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടിട്ട് ഡോക്ടർ ലീലാമ്മ പോലെ അന്തം വിട്ട് നിന്നുപോയി, അറിയാവോ? അന്തം വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവരൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയും? ശരിയാ, അവരല്പം നിലവാരം കൂടിയ സ്ത്രീയാ. അതുപോട്ടെ, നീ എന്താ ഈ കൂട്ടിലിട്ട വെരിനെ പോലെ ഒന്ന് കറങ്ങുന്നത്? പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ? എങ്ങനെ നടക്കാതിരിക്കും? എന്റെ മോനൊരു അപമാനം വന്നാൽ എനിക്ക് സഹിക്കോ? നിന്റെ മോനോ?